വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയിൽ തീരുമാനമായി. ക്യാമ്പസിൽ പോലീസ് സാന്നിധ്യം കുറച്ച് ദിവസം കൂടി ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷെജില ബീവി പറഞ്ഞു. കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഏതൊക്കെ രീതിയിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ മഹാരാജാസ് കോളേജ് തുറന്നു പ്രവർത്തിക്കുക? രോഹിണി, വിദ്യാർത്ഥി സംഘർഷങ്ങളെ തുടർന്ന് അനിശ്ചിതകാലമായിട്ട് അടച്ചിട്ട മഹാരാജാസ് കോളേജ് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കാനായിട്ടാണ് ഇന്ന് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് അധ്യാപകരും ഒപ്പം തന്നെ പോലീസും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ട് സമാധാന യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ അതായത് ഇന്നലെ ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിലുള്ള ഒരു യോഗം നടന്നിരുന്നു. ഇത് PTA ജനറൽ ബോഡി യോഗം ചേരുകയും ആ സമയത്ത് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇന്ന് അംഗീകരിക്കുന്ന നിലപാട് തന്നെയായിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് വൈകിട്ട് 6 മണിക്ക് ശേഷം കോളേജിൽ ആരും തന്നെ തുടരാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളെല്ലാം തന്നെ 6 മണിക്ക് മുൻപായി പിരിയണം. ഒപ്പം തന്നെ കോളേജിന്റെ ഗേറ്റ് 6 മണിക്ക് അടക്കണം എന്നൊരു തീരുമാനമായിരുന്നു. ഇത് നേരത്തെ തന്നെ കോളേജിൽ ഉണ്ടായിരുന്ന തീരുമാനമാണ്. അതായത് 6 മണിക്ക് ശേഷം കോളേജിന്റെ ക്യാമ്പസിനുള്ളിലേക്ക് ആരും തന്നെ പ്രവേശനമില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കാൻ വൈകുകയായിരുന്നു. ഇത് പലപ്പോഴും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഏതായാലും വിദ്യാർത്ഥി സംഘടനയുടെയും പ്രതിനിധികൾ കൂടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏതാനും ദിവസങ്ങളിൽ കൂടി ക്യാമ്പസിനുള്ളിൽ പോലീസിന്റെ സുരക്ഷ തുടരണം എന്ന് തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്നാൽ പോലീസ് മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെ പരിശോധന ഒന്നും തന്നെ കാര്യങ്ങളിലേക്ക് ഇടപെടില്ല. കൂടാതെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഈ ക്യാമ്പസിലും ഒപ്പം തന്നെ ഹോസ്റ്റലിലടക്കം ചില പുറത്തു നിന്നുള്ള ആളുകൾ കടന്നുകൂടി കഴിയുന്നുണ്ട്. ഇവരെയെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും തീരുമാനമായിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഇവരെല്ലാം ആരെല്ലാമാണ് പുറത്തു നിന്ന് കടന്നുകൂടിയിട്ടുള്ളത് എന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതായാലും തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് കോളേജിലെ നിലവിലിപ്പോൾ പ്രിൻസിപ്പലിന്റെ ഇൻചാർജുള്ള ഡോക്ടർ ഷഹന ബീഗം കൂടി ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി കിരൺ, വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കും. പോലീസിന്റെ സാന്നിധ്യം കുറച്ച് ദിവസം കൂടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷെജില ബീവി വ്യക്തമാക്കി. സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുറയ്ക്ക് ഉടൻ തന്നെ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതായിരിക്കും. അധ്യാപകർക്ക് വിദ്യാർത്ഥികളും ഇന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥനയും ഒപ്പം അധ്യാപകർക്കും എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനവും തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്.